ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ സ്വാമി റൂമിൽ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തിരുവോണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ അമ്പലത്തിൽ പോകണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകൽ, പുറത്തേക്കൊക്കെ പോകൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ നമ്മളിത് അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഇപ്രാവശ്യം എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ കാലത്ത് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി നല്ലൊരു മഴയായിരുന്നു. പക്ഷേ രാവിലേക്ക് ഒന്ന് ചാറ്റൽ മഴയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചായക്ക് എപ്പോഴും തിരുവോണമൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ പുട്ടും പഴവും പപ്പടും അതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറ്. നേന്ത്രപ്പഴം പുഴുങ്ങിയത്, പപ്പടം, പുട്ടുമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും നീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നമ്മളങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അമ്പലത്തിലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോലിയും തീർത്തിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വൈകി. അപ്പോൾ നമ്മളങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ കുട്ടികളെല്ലാവരും റെഡി ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ നമ്മളെല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് പോണത് കേട്ടോ. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ദേവീക്ഷേത്രമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ വന്നു. അപ്പോൾ പുലർച്ചയൊക്കെ നന്നായിട്ട് ചാറ്റൽ മഴ പോലെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി പിന്നെ മഴ അങ്ങോട്ട് മാറിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ വന്ന് നോക്കുമ്പോൾ ആ സമയത്തും ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ വന്നു. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ടാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പരിചയക്കാർ 1-2 പേരൊക്കെ കണ്ടു. അങ്ങനെ നല്ല വലിയ ഒരു അത്തപ്പൂക്കളൊക്കെയാണ് ഇട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് പലരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ അവിടെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ ഉണ്ട്. മുല്ലപ്പൂവ്, അതുപോലെ നമ്മുടെ അത്തപ്പൂക്കളിടാൻ വേണ്ടിയിട്ടുള്ള ജമന്തി, അങ്ങനെയുള്ള പൂക്കൾ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. മുല്ലപ്പൂവൊക്കെ ഉണ്ട്. പിന്നെ മുല്ലപ്പൂ കണ്ടാൽ പിന്നെ നമുക്ക് മുല്ലപ്പൂവിലേക്കാണ് ശ്രദ്ധ പോവുക. എപ്പോൾ നമ്മൾ പുറത്തേക്ക് അമ്പലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുല്ലപ്പൂ തന്നെയാണ് കേട്ടോ ആദ്യം പോയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പൂവൊക്കെ മേടിച്ച് അങ്ങനെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൊഴാനൊക്കെ ആയിട്ട് അമ്പലത്തിനുള്ളിൽ കയറണം. അപ്പോൾ അങ്ങനെ കണ്ണനും നിത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ചുറ്റും ചാടി കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലാതെ കുറച്ച് നേരത്തൊക്കെ നീറ്റ കാരണം നിത്തുവിന് ഇങ്ങനെ ഒരു ക്ഷീണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ ഒന്നൊക്കെ തൊഴുത് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ നിന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളമൊക്കെ ഞങ്ങളവിടെ നിന്ന്. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നത്. ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത്. അപ്പോൾ 2 പേരും മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിത്തൊക്കെ അങ്ങനെ മുണ്ടൊന്നും അങ്ങനെ മുന്നൊന്നും അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇവിടേക്ക് പോക്കൊന്നുമില്ല. പക്ഷേ ആദ്യമായിട്ടാണ് മുണ്ട് എടുക്കുന്നത്. അപ്പോൾ മുണ്ടൊക്കെ എടുത്തുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അപ്പോൾ എല്ലാവരും വലിയ ആൾക്കാർ മുണ്ടെടുക്കുക. അപ്പോൾ ചെറിയ കുട്ടിയും അവനെ മുണ്ടെടുത്ത് അപ്പോൾ അവനൊരു പ്രത്യേക ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ അങ്ങനെ പോയി. അപ്പോൾ ഏട്ടനും കൂടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ എന്നുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ മേടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ നമ്മുടെ അമ്പലക്കുളമാണ്. അവിടെ എന്നുണ്ടെങ്കിൽ കാലൊക്കെ കഴുകുമ്പോൾ അവിടെ നിറച്ചും മീനൊക്കെ ഉണ്ട്. അവിടെ അത്രയും മീനുണ്ടാവും അതിൻ്റെ സ്റ്റെപ്പിൻ്റെ അടുത്തേക്കൊക്കെ വരും. അപ്പോൾ അവരതൊക്കെ അങ്ങനെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ചോറ്, പപ്പടം, പിന്നെ സാമ്പാർ, അവിയൽ, പിന്നെ നമ്മുടെ കാളനുണ്ട്, പിന്നെ നമ്മുടെ ഉപ്പേരി, ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ്.
പിന്നെ നമ്മുടെ എന്താ പറയുക എരിശ്ശേരി ഉണ്ട്, അത് പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ട്, അതുപോലെ പഴം, പായസം പാലടയാണ്, പാലട പായസം. പിന്നെ നമ്മളെന്താ ഞങ്ങൾ മീൻ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മീനുണ്ട്, അയക്കോറ വറുത്തത്, പഴം അതൊക്കെ ഉണ്ട്. പിന്നെ പുളിയിഞ്ചി ഉണ്ട്. പിന്നെ ശർക്കരപ്പേരിയുടെ പാക്കറ്റ്, വറുത്തപ്പേരി ഇപ്പോൾ അതിൽ വെച്ചിട്ടില്ല. അപ്പോൾ അത് അച്ചാറും വെച്ചിട്ടില്ല. അത് രണ്ടും ആളുടെ കയ്യിലൊരു ബാഗിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അത് കൊടുത്തതിന് ശേഷം അത് നമ്മളിന് ചോറ് വിളമ്പുന്ന സമയത്തേക്ക് അതൊക്കെ വെച്ചിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പണികളെല്ലാം കഴിഞ്ഞു, അടുക്കള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെയൊക്കെ പോയി കുട്ടികളും ഹസ്സും എല്ലാവരും കൂടിയിട്ടാണ് പോയി വന്നത്. ഇനിയിപ്പോൾ നമ്മളത് ഉച്ചയ്ക്ക് സമയം ഒരു 12:30 ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇനി കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തിൽ പോയി വന്ന ഡ്രസ്സാണ് കേട്ടോ, സെറ്റ് സാരി കൊടുത്തിട്ടാണ് അമ്പലത്തിൽ പോയത്. അപ്പോൾ അങ്ങനെ പോയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദേവസ്വീലിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ പിന്നെ നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ ഇനി മറ്റുള്ള ഓരോ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.